ലോഹിതദാസും മീര ജാസ്മിനും വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പിന്നാമ്പുറ കഥകൾ തേടി അലയുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ. അതിൽ ഒരു പിന്നാമ്പുറ കഥയാണ് ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം പൊടിപ്പും തൊങ്ങലുമായി പല വിധത്തിൽ മാധ്യമങ്ങൾ നിരത്തി. ആ ബന്ധം യഥാർത്ഥമാണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു ലോഹിതദാസാണ്. സിന്ധു ലോഹിതദാസ് പറയുന്നു, മീര ജാസ്മിന്റെ പ്രശ്നം പെട്ടെന്ന് പണം കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. 5 പൈസയ്ക്ക് ഗതിയില്ലാതിരുന്ന മീര ജാസ്മിനെ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ ലോഹിതദാസ് സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. ആ ഒറ്റ ചിത്രത്തിലൂടെ മീര ജാസ്മിൻ താരമായി മാറി. പിന്നീട് അങ്ങോട്ട് മീര ജാസ്മിന്റെ യുഗം മലയാളത്തിൽ പിറക്കുകയായിരുന്നു. മീര ജാസ്മിന് വമ്പൻ ഡിമാൻഡായി മാറി. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും അവർ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. തമിഴിലും മലയാളത്തിലും ഒരേ സമയം സൂപ്പർ നായികയായി മാറിയ മീര ജാസ്മിന് ഒരുപാട് പണം കിട്ടി. പക്ഷേ മീര ജാസ്മിൻ പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ സ്വാർത്ഥത കാണിക്കുന്ന തന്ത്രശാലിയായിരുന്നുവെന്ന് സിന്ധു ലോഹിതദാസ് പറയുന്നു. വീട്ടുകാർക്ക് മീര ജാസ്മിൻ ഒരൊറ്റ രൂപയും നൽകിയില്ല. മാത്രമല്ല, മീര ജാസ്മിനും ലോഹിതദാസുമായുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണെന്ന് മീര ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ആ ഗുരുശിഷ്യ ബന്ധം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു എന്നാണ് സിന്ധു പറയുന്നത്. തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ഒരുപാട് ബാധിച്ച ബന്ധമായിരുന്നു അത്. മീര ജാസ്മിൻ എപ്പോഴും ലോഹിതദാസിനെ വിളിക്കുമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ലോഹിതദാസിനെ വിളിക്കുന്ന പ്രകൃതമായിരുന്നു മീരയുടേത്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ മീര ലോഹിതദാസിനെ വിളിക്കുമ്പോൾ തന്റെ കുടുംബത്തിൽ അത് ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് സിന്ധു പറയുന്നു. മീര ജാസ്മിൻ സ്വാർത്ഥമതിയായിരുന്നു. പണം കയ്യിൽ വന്നപ്പോൾ പണം കുമിഞ്ഞുകൂടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത സ്വാർത്ഥമതി. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് ലോഹിതദാസുമായി ചേർന്നായിരുന്നു. ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലുള്ള ബന്ധം ഒരു ഘട്ടത്തിൽ അതിരുവിട്ട ബന്ധമായി മാറിയോ എന്ന് തനിക്ക് തന്നെ തോന്നിയിരുന്നുവെന്നും സിന്ധു പറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തരംഗമായി നിൽക്കുന്ന കാലത്ത് മീര ജാസ്മിനും ലോഹിതദാസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചർച്ചയാവുകയാണ്. സിന്ധുവിന്റെ മൊഴികളിലൂടെ സിന്ധു ലോഹിതദാസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മീര ജാസ്മിൻ നിരന്തരം രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ലോഹിതദാസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. മാത്രമല്ല, കസ്തൂരിമാൻ എന്ന സിനിമ തമിഴിലെടുക്കാൻ ലോഹിതദാസിനെ പ്രേരിപ്പിച്ചതും മീര ജാസ്മിനാണ്. തമിഴിൽ ഒരു സംസ്ഥാന അവാർഡ്, അതായിരുന്നു മീര ജാസ്മിന്റെ ലക്ഷ്യം. അത് നടക്കാത്തപ്പോൾ ലോഹിതദാസിനെ പലവിധത്തിൽ മീര ജാസ്മിൻ ദ്രോഹിച്ചുവെന്നും സിന്ധു ലോഹിതദാസ് പറയുമ്പോൾ അത് പുതിയ വിവാദമായി മാറും.